തെരഞ്ഞെടുപ്പ് ഫലത്തിനു വേണ്ടി കാത്തിരിക്കാതെ ഭരണപരിഷ്കാരത്തിന് ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടാം തവണ അധികാരത്തിലെത്തുന്ന ആദ്യ 100 ദിവസം ചെയ്തു തീർക്കേണ്ട ഊർജിത നീക്കങ്ങൾ തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആദ്യഘട്ടം നീക്കങ്ങളുടെ ചുവട് പിടിച്ച് ഇന്ത്യയെ കുതിപ്പിലേക്ക് നയിക്കാൻ പദ്ധതികൾ ഒരുക്കുകയാണ് പ്രധാനമന്ത്രിയുമായി അടുപ്പമുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫലങ്ങൾ മെയ് 23 മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ. എന്നാൽ തന്റെ സർക്കാർ തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസത്തോടെ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള തന്റെ കർത്തവ്യങ്ങൾ ദീർഘദർശനത്തോടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇതുപ്രകാരം തെരഞ്ഞെടുപ്പ് ഫലത്തിനു വേണ്ടി കാത്തിരിക്കാതെ ഭരണപരിഷ്കാരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. രണ്ടാം തവണ അധികാരത്തിൽ എത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ ആദ്യ 100 ദിവസം ചെയ്തു തീർക്കേണ്ട ഊർജിത നീക്കങ്ങൾ തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടം നീക്കങ്ങളുടെ ചുവട് പിടിച്ച് ഇന്ത്യയെ കുതിപ്പിലേക്ക് നയിക്കാനാണ് പദ്ധതികൾ ഒരുക്കുന്നത്. തന്റെ പുതിയ സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തെ അജണ്ട ആസൂത്രണം ചെയ്യുന്നതിനായി പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, നീതി ആയോഗ്, പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ എന്നിവരോടാണ് മോദി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ GDP വളർച്ച ഇരട്ടിയിലെത്തിക്കുക എന്നത് അദ്ദേഹത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നാണ്. കടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനിടയിലും മോദി തന്റെ ഓഫീസിനോടും നീതി ആയോഗിന്റെ വൈസ് ചെയർമാനോടും പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസറായ പ്രൊഫസർ വിജയരാഘവനോടുമാണ് 100 ദിവസത്തെ അജണ്ട ആസൂത്രണം ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് മോദി സർക്കാരിലെ മുതിർന്ന ഒഫീഷ്യലുകൾ വെളിപ്പെടുത്തുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ്, മിനറൽസ്, ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ എന്നീ 3 പ്രധാനപ്പെട്ട മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അജണ്ടയായിരിക്കും ഇതെന്നും ഒഫീഷ്യലുകൾ സൂചന നൽകുന്നു. 2047 ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുന്നതിന് അടിത്തറയിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും അടുത്ത മോദി സർക്കാരിന്റെ ആദ്യത്തെ 100 ദിവസങ്ങളിൽ നടത്തുക എന്നും സൂചനയുണ്ട്. സുപ്രധാന മേഖലകളിലെ ചുവപ്പ് നാടയെ ഒഴിവാക്കുന്നതിലൂടെ ഇവിടുത്തെ GDP വളർച്ച 2.5% വർദ്ധിപ്പിക്കാനാവുമെന്ന് ഉറപ്പുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. രാജ്യത്താകമാനം തെരഞ്ഞെടുപ്പ് ചൂടിൽ ഉരുകുമ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസ്, നീതി ആയോഗ്, PSAയുടെ ഓഫീസ് എന്നിവ വീക്കെൻഡുകളിൽ മീറ്റിംഗ് ചേർന്ന് പുതിയ അജണ്ടയ്ക്ക് രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഉയർന്ന വളർച്ചയുള്ള മേഖലകളിൽ ശ്രദ്ധയൂന്നിയാണ് 100 ദിവസത്തെ പ്ലാനിന് രൂപമേകുന്നത്. ഉത്പാദനവും തൊഴിലുകളും വർദ്ധിപ്പിക്കുക ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. മൈനിങ്, കോൾ, പവർ, എനർജി എന്നീ മേഖലകളിൽ ശ്രദ്ധയൂന്നിയുള്ള വികസനമായിരിക്കും ഇത്. വിദ്യാഭ്യാസത്തിനും പ്രൈമറി ഹെൽത്ത് കെയറിനും വർദ്ധിച്ച മുൻഗണന നൽകുകയും ചെയ്യുന്നതാണിത്. വിനോദസഞ്ചാരം, MSME മേഖലകളിലായിരിക്കും കൂടുതലായി തൊഴിൽ സൃഷ്ടിക്കുന്നത്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും നദീ സംയോജനത്തിനും മുൻഗണനയേകുന്ന നയമാണ് മോദി സ്വീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.